പരമ്പരാഗത കൃഷിരീതികളിൽ നിന്ന് മാറി ചിന്തിക്കാൻ കർഷകർ ഇനിയും മടിക്കേണ്ടതില്ലെന്ന് തെളിയിക്കുകയാണ് റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായ ഡി സുരേഷ് കുമാർ. പത്തനംതിട്ട ഏഴംകുളം കൈപ്പട്ടൂർ റോഡിലൂടെ യാത്ര ചെയ്യുന്നവരുടെ എല്ലാം ശ്രദ്ധ ഇപ്പോൾ ഇടത്തിട്ട കാവുംഭാഗം വയലിനോട് ചേർന്ന് നിൽക്കുന്ന നൂറുകണക്കിന് PVC പൈപ്പുകളിലേക്കാണ്. റബ്ബർ മരങ്ങളോടൊക്കെ വിട പറഞ്ഞ് ഹൈടെക് കുരുമുളക് കൃഷിയിലേക്ക് തിരിഞ്ഞ സുരേഷ് കുമാറിന്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ കാണാം. ഏഴംകുളം കൈപ്പട്ടൂർ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഇടത്തിട്ട കാവുംഭാഗം വയലിനോട് ചേർന്ന് നൂറുകണക്കിന് PVC പൈപ്പുകൾ ഉയർന്നു നിൽക്കുന്നത് കാണാം. ആദ്യ കാഴ്ചയിൽ എന്താണെന്ന് അത്ഭുതം തോന്നുമെങ്കിലും ഇത് ഇടത്തിട്ട താഴുമൺ പടിക്കൽ ഡി സുരേഷ് കുമാറിൻ്റെ ഹൈടെക് കുരുമുളക് കൃഷിത്തോട്ടമാണ്. അരുണാചൽ പ്രദേശ് ധനവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറായി 2023 വിരമിച്ച് നാട്ടിലെത്തിയതാണ് സുരേഷ് കുമാർ. റബ്ബർ കൃഷി ലാഭകരമല്ലാത്തതിനാലും കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനാലും റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയാണ് അദ്ദേഹം കുരുമുളക് കൃഷിയിലേക്ക് തിരിഞ്ഞത്. സുഹൃത്തും റിട്ടയർഡ് ട്രഷറി ഓഫീസറുമായ PR സുരേഷിൽ നിന്നാണ് ഈ കൃഷിരീതിയെക്കുറിച്ചുള്ള അറിവ് സുരേഷ് കുമാർ നേടുന്നത്. സുഹൃത്തുണ്ടായിരുന്നു, അവരിങ്ങനെ ചെയ്തിരുന്നു. അവരുടെ ഗൈഡൻസ് ഉണ്ട്. കുട്ടികളെ നോക്കുന്ന മാതിരി ഇത് നോക്കണം. 2 വർഷം ഇതിന് നല്ലപോലെ വളം ചെയ്തു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഫംഗൽ രോഗങ്ങളൊക്കെ വരാനെ കൊണ്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കീടനാശിനികളൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പൈപ്പ് തൂണ് സ്ഥാപിക്കുന്നതിന് മാത്രം 1600 രൂപയോളം ചെലവായി. പുരയിടത്തിൽ കാട് കയറാതിരിക്കാനും കളകൾ വളരുന്നത് തടയാനും തറയിൽ പോളിത്തീൻ ഷീറ്റുകളും വിരിച്ചിട്ടുണ്ട്. നല്ല ചെലവാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ഇപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. വേനൽ സമയത്തൊക്കെ ഡ്രിപ്പ് ഇറിഗേഷൻ 610 മൂടുള്ളത് കൊണ്ട് നമുക്ക് ജലസേചനത്തിന് ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെ വേണം. പിന്നെ അതുപോലെ ഈ കള പറിക്കുന്നത് വലിയ ഒരു പ്രശ്നമാണ്. എനിക്ക് ഒരുപാട് പൈസ ഇങ്ങനെ കാട് തെളിയിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അന്നേരമാണ് ഞാൻ ഈ വീട് മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ കൊണ്ട് കുറച്ച് ഇക്കണോമിക്കലാണെന്ന് മനസ്സിലാക്കുന്നത്. അർക്കളമുണ്ട, കുമ്പയ്ക്കൽ, പന്നിയൂർ 10 എന്നീ ഇനം കുരുമുളകുകളാണ് പ്രധാനമായും നട്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ 610 തൈകളാണിപ്പം നട്ടിട്ടുള്ളത്. അത് പല വെറൈറ്റി ഉണ്ട്, 2-3 വെറൈറ്റി ഉണ്ട്. അക്കളമുണ്ട എന്ന് പറയുന്ന ഒരു ഇനമാണ് ഇരിക്കുന്നത്. കുമ്പയ്ക്കൽ എന്ന് പറയുന്നത് അത് ഇടുക്കിയിലുള്ള ഒരു ഫാമിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടുവന്നത്. പിന്നെ ഒരെണ്ണം പന്നിയൂർ 10, പിന്നെ ചന്ദ്രിക, വിജയ്, അങ്ങനെയുള്ള അതിൻ്റെ കുറച്ച് തൈകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലമ്പൂരിലുള്ള ഗവൺമെൻറ് കൃഷി ഫാമിൽ നിന്നാണ് ബാക്കി എല്ലാ തൈകളും വാങ്ങിയിട്ടുള്ളത്. വൻ തുക സ്വന്തം കയ്യിൽ നിന്നും മുടക്കി കൃഷി ഇറക്കുന്ന കർഷകർക്ക് പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മതിയായ പിന്തുണ ലഭിക്കുന്നില്ല. സബ്സിഡി അടക്കം പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ യുവാക്കളടക്കം കൂടുതൽ പേർക്ക് കൃഷിയിലേക്ക് ഇറങ്ങാൻ വലിയ പ്രചോദനമാകുമെന്ന് ഡി സുരേഷ് കുമാർ പറയുന്നു. ക്യാമറമാൻ രതീഷ് മഡ്ബിഷ്യലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.